ഒരാളുടെ ജീവിതം തന്നെ സിനിമയായി മാറിയ അത്യന്തം അത്ഭുതകരമായ കഥ. ഒരു യാത്രയുടെ ആരംഭം ഒരിക്കലും എത്തിച്ചേരാനാവാത്ത വിധത്തിലായാലോ. 1988 പാരീസ് ചാൾഡ് ഡി ഗോൾ വിമാനത്താവളം. ഇറാനിൽ നിന്നെത്തിയ ഒരു ചുറുചുറുക്കുള്ള ഒരു യുവാവ് മെഹ്റാൻ കരീമി നസേരി ലണ്ടൻ വഴി അമേരിക്കയിലേക്ക് ചേക്കേറാനുള്ള ഒരു യാത്രയാണ് അദ്ദേഹത്തിന്റെ. അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നവും. അവന്റെ സ്വപ്നങ്ങൾ ആ ബാഗിനുള്ളിൽ ഒതുങ്ങുന്നതല്ല. പക്ഷേ തന്റെ വിലയേറിയ രേഖകൾ അടങ്ങിയ ബാഗ് അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല എന്നുള്ള സത്യം ഫ്രാൻസിലെ എയർപോർട്ടിൽ വെച്ചാണ് അയാൾ അറിയുന്നത്. പിന്നീടുള്ള തന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ചെക്കിംഗ് നടത്തുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തേക്ക് പ്രവേശനം നൽകാൻ കഴിയില്ല, കാരണം പാസ്പോർട്ട് ഇല്ല നിങ്ങളുടെ കയ്യിൽ. അദ്ദേഹത്തിന്റെ അവസ്ഥ യൂറോപ്യൻ നിയമത്തിന്റെ സങ്കീർണതയിൽപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞു തുടങ്ങി. പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹം നിയമപരമായി നോ കൺട്രി സിറ്റിസനായി. ബെൽജിയം, ഫ്രാൻസ്, UK എന്നീ തുടങ്ങിയ അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് എങ്ങാനും കടക്കാനായി അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒരു രാജ്യവും അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിമാനത്താവള ജീവിതം തുടങ്ങി. അവൻ കുടുങ്ങിയത് ഷാർഗൻ ഡിഗോള വിമാനത്താവളത്തിലെ ട്രാൻസിറ്റ് ഏരിയയിലാണ്. ഒരു കസേര, ഒരു ചെറിയ ട്രോളി ബാഗ്, കുറച്ച് പാത്രങ്ങൾ, തന്റെ നാടിനെ പറ്റിയുള്ള ഓർമ്മകൾ. ആദ്യ ദിവസം അവൻ കരുതി ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നമെല്ലാം തീരും. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ഒന്നുമായില്ല. യാത്രക്കാർ അവനെ നോക്കിക്കൊണ്ട്, എന്തിനാണ് ഈ മനുഷ്യൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്? വിമാനത്താവളത്തിലെ പല സ്റ്റാഫുകളും അദ്ദേഹത്തെ സ്ഥിരമായി ഇരിക്കുന്നത് കാണാൻ തുടങ്ങി. അവിടെയുള്ള കഫേ തൊഴിലാളികൾ, ക്ലീനിങ് സ്റ്റാഫ് ഇത് കാണാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് അവരിൽ ഒരാളായി അദ്ദേഹം മാറാൻ തുടങ്ങി. അങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ചായ വാങ്ങിച്ചു കൊടുക്കും. ചിലർ കുശലാന്വേഷണങ്ങൾ നടത്തും. അവന്റെ കഥകളെല്ലാം അവർ ചോദിച്ചറിയും. പല ഉദ്യോഗസ്ഥരും ജോലി കഴിഞ്ഞു പോകുമ്പോൾ അവനെ വിഷ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മോഹൻ സ്ഥിരം കാണുന്നവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ തുടങ്ങും, വായിക്കാൻ തുടങ്ങും. പത്രങ്ങളിൽ നിന്ന് വന്ന പേപ്പറുകൾ വെട്ടിയെടുക്കും. പിന്നെ ഒരൊറ്റ എഴുത്താണ്. അവന്റെ ഓരോ ദിനങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്. തന്റെ സ്വപ്നങ്ങൾ ആകാശത്ത് മിന്നിമറയുന്ന വിമാനങ്ങളെ നോക്കി അദ്ദേഹം പറയും, അതും അദ്ദേഹം എഴുതും. ഇങ്ങനെ തന്നെ താൻ തോന്നുന്ന പല കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചിടും. ഈ എയർപോർട്ട് ഇവിടുത്തെ ജീവിതവും തന്റെ സ്വന്തം വീട് പോലെയായി. പിന്നീട് അവൻ തീരുമാനിച്ചു, ഇതാണ് എന്റെ വീട്, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഓരോ ദിവസവും വിമാനങ്ങൾ വരും, പോകും. ചിലർ കൈകൊണ്ട് ആഗ്യം കാണിക്കും. അവൻ അതേ ബെഞ്ചിൽ തന്നെ ഇരിക്കും. അവന്റെ മെഴികളിൽ ഒരു പ്രതീക്ഷയുടെ കനൽ എരിയുന്നുണ്ടാകും. എന്നെങ്കിലും താൻ ആഗ്രഹിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് തനിക്ക് പോകാൻ പറ്റും. ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നിറവേറും. ആ യാത്ര ഒരിക്കലും നടന്നില്ല. സ്ഥിരം യാത്രക്കാർ അദ്ദേഹത്തെ കണ്ട് സർ ആൽഫ്രഡ് ഓഫ് ടെർമിനൽ എന്ന് വിളിക്കാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടവുമായിരുന്നു. അവന്റെ ശാന്തമായ മുഖം യാത്രക്കാരുടെ ഓർമ്മകളിൽ എന്നും നിൽക്കാൻ തുടങ്ങി. അവന്റെ നിസ്സംഗമായ പുഞ്ചിരി ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നൊരു സന്ദേശം പോലെയായിരുന്നു. 1990കളിൽ അവന്റെ കഥ പത്രങ്ങളിൽ വന്നു. ലോകമൊട്ടാകെയുള്ള മനുഷ്യർ ഇത് കേട്ട് വായിച്ചു അത്ഭുതപ്പെട്ടു. സത്യമാണോ ഇത്? ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര വർഷത്തോളം വിമാനത്താവളത്തിൽ തന്നെ ജീവിക്കും? പക്ഷെ അവൻ അതിന് മറുപടി പറഞ്ഞില്ല. അവൻ വെറുതെ ആർക്കോ വേണ്ടി ജീവിച്ചു. ഇതാണ് തന്റെ വിധി എന്ന് പറഞ്ഞ് സ്വയം പരിതപിച്ചു. 2004 പുറത്തിറങ്ങിയ ടെർമിനൽ എന്ന സിനിമയിലെ പിന്നിലെ കഥ നസേരിയുടേതായിരുന്നു. സിനിമയിലെ നായകൻ ടോം ഹാങ്ക്സ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന് തന്നെ രൂപം കൊണ്ട ഈ കഥാപാത്രം ഈ കഥയെ ലോകത്തിന്റെ മുന്നിൽ വലിയ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചു. പക്ഷെ സിനിമയിൽ ഹാപ്പി എൻഡിങ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പക്ഷെ അതുണ്ടായില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. 2006 ആശുപത്രിയിലേക്ക് മാറ്റി. വിമാനത്താവളത്തിലെ ആ കസേര ശൂന്യമായി. പക്ഷെ ആ സ്ഥലം ഇന്നും അവന്റെ നിഴലിൽ ജീവിക്കുന്നു. അദൃശ്യമായ ആ മനുഷ്യന്റെ തേങ്ങൽ ഓർമ്മകൾ ഇന്നും ആ വിമാനത്താവളത്തിലുണ്ട്. 2022 അതേ പാരീസ് വിമാനത്താവളത്തിൽ വീണ്ടും അദ്ദേഹം തിരിച്ചെത്തി. നവംബർ 12 മെഹ്റാൻ കരീമി നസേരി എന്ന ആ ലക്ഷ്യം കാണാത്ത പട്ടം തന്റെ അവസാന ശ്വാസം ആ വിമാനത്താവളത്തിൽ അവശേഷിപ്പിച്ചു. ഏറ്റവും അധികം ജീവിതം ചെലവഴിച്ച അതേ ബെഞ്ചിൽ, അതേ സ്ഥലത്ത്. ആ എയർപോർട്ടിൽ നിന്ന് വിമാനങ്ങൾ വീണ്ടും പറന്നുയർന്നു. ഇടതടവില്ലാതെ യാത്രക്കാർ തിരക്കിട്ട് പായുന്നുമുണ്ട്. മെഹ്റാന്റെ ആ കസേരയിൽ പിന്നെ ആരും വന്നിട്ടില്ല. ആകാശം അതുപോലെ തന്നെ നീലിമമായിരുന്നു. അവന്റെ ജീവിതം നമ്മോട് ചോദിക്കുന്നു, നമുക്ക് എവിടെയാണ് യഥാർത്ഥത്തിൽ വീട്? ഒരു വീട് മതിലുകളാലോ വിലാസങ്ങളാലോ അളക്കാനാകില്ല. അത് സ്വാതന്ത്ര്യവും പ്രതീക്ഷയുമുള്ള മനസ്സുകളിലാണ്. മനുഷ്യൻ എന്നത് സ്വപ്നം കാണാനുള്ള ഒരു ഹൃദയമാണ്. അത് അടക്കാനാകില്ല. മെഹ്റാൻ നസേരിയുടെ കഥ കുറച്ചു കാലം കഴിയുമ്പോൾ ആളുകൾ മറന്നിരിക്കാം. ഒരു മനുഷ്യനെ തിരിച്ചറിയൽ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ലോകം തന്നെ അന്യമായി തോന്നുന്നുവെന്ന് കാണിക്കുന്ന കഥയാണ്. സംടൈംസ് ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ വെയിറ്റിംഗ്, എ ലൈഫ് ലിവ്ഡ് ബിറ്റ്വീൻ റൺവേസ്.